ഇതിനെപ്പറ്റി ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതില്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അല്ലാതെ കുറ്റമൊന്നുമല്ല. എല്ലാവരും ചിന്തിക്കുന്ന രീതിക്ക് തന്നെയാണ്. എല്ലാവർക്കും ഡിഫോൾട്ട് ആയിട്ടൊരു ബ്രെയിനിന്റെ രീതി ഉണ്ട്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ചിന്തിക്കാൻ അങ്ങനെയാണ്. പക്ഷെ ഇതിനെ പറ്റി ഒരു ബോധം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അങ്ങ് മാറി ചിന്തിക്കാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ഇതെന്താ കൊടുത്തിട്ടുള്ളത്? Greed is not seen on the chart. It is seen in behavior. Market punishes to greed every time. എന്താ അതിനോട് ഉദ്ദേശിച്ചത്? ഗ്രീഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ചാർട്ടിൽ കാണാൻ വേണ്ടിട്ട് പറ്റൂല. നിങ്ങളെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് എനിക്ക് ഗ്രീഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. പിന്നെ 2 ദിവസം എന്റെ ട്രേഡ് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റൂല എനിക്ക് ഗ്രീഡ് ആണെന്നുള്ളത്. സ്വന്തം മനസ്സിലാക്കുക. പിന്നെ അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് സക്സസ് ആവണം. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വേണം. ഇത് ഇപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരം ആടിയിരുന്ന് സംസാരിച്ച് പറഞ്ഞാണ് റീൽസിന്റെ കേസ്. നമ്മൾ പറഞ്ഞ കേസാണ്. ഈ റീൽസിൽ നമ്മൾ എന്ത് ചെയ്യല്? ഒരു റീല് വരും, പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. നമ്മൾ അറ്റൻഷൻ സ്പാന് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റീൽസ് പരിപാടികളുണ്ട്. ഏറ്റവും വലിയ നെഗറ്റീവ് അതാണ്, അറ്റൻഷൻ സ്പാൻ. നമുക്കൊരു കാര്യത്തിൽ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. തിരക്കായിട്ട് മാറും. അടുത്തത്. ഈ ചിന്ത ഭയങ്കരമായിട്ട് നമുക്ക് എഫക്ട് ചെയ്യും. എപ്പോഴൊക്കെ നമുക്ക് ആ ചിന്ത വരുന്നുണ്ടോ അതിനൊക്കെ മാർക്കറ്റ് പണിഷ്മെന്റ് കിട്ടിയിരിക്കും. മാർക്കറ്റിൽ നിന്ന് നമുക്ക് പണിഷ്മെന്റ് എങ്ങനെ കിട്ടുക? അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ പൈസ പോയോണ്ടിരിക്കും. ഓക്കെ, എന്നത് നിർത്തണോ ആടെ സ്റ്റോപ്പോ, എന്ന് കൺസ്റ്റന്റ് ആയിട്ട് പിന്നെ കൊണ്ടുപോകണം, അന്ന് മുതൽ തിരിച്ച് പ്രോഫിറ്റ് കാറിൽ തുടങ്ങും. ഇതാണ് ആ പ്രോസസ്സ്. ഇതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടാകാം. ഇമോഷൻസ് ആണ് 80% നമ്മൾ പറഞ്ഞതിന്. അപ്പൊ ഇതിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. വാട്ട് ഈസ് ഓവർ കോൺഫിഡൻസ് ഇൻ ട്രേഡിംഗ്? എന്താ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മവിശ്വാസം. നല്ലതാണോ അല്ലെങ്കിൽ ബാഡാണോ? നല്ലതാണ്. ആത്മവിശ്വാസം നല്ലതാണ്. എന്ത് കാര്യത്തിലും സെൽഫായിട്ടൊരു വിശ്വാസം ഉള്ളത് നല്ലതാണ്. എന്താ ഓവർ കോൺഫിഡൻസ്? അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. അത് നല്ലതാണ്. എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. എന്ത് ചെയ്യാനെങ്കിലും ഒരു പരിധിയുണ്ട്. ഓക്കെ, ഞാൻ എന്തോ ഒരു വലിയൊരു ടോപ്പ് ചെങ്ങായാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു സംഭവമാണ്, ഞാൻ പ്രോ ട്രേഡറാന്നുള്ള വെറുതെ ആവശ്യമില്ലാത്ത മൈൻഡ് സെറ്റും വെച്ച് ഇരുന്നിട്ട് കഴിഞ്ഞാല് ട്രേഡ്സ് എല്ലാവർക്കും കിട്ടും. അത് പ്രോ അല്ലെങ്കിലും ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, മാർക്കറ്റ് എല്ലാവർക്കും ഒരേതാ. എല്ലാവർക്കും ട്രേഡ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ കൂടുതൽ പ്രത്യേകതകളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ബേസിക്കലി ഈ പ്രോ ട്രേഡർ എന്നുള്ള കോൺസെപ്റ്റ് എന്താ ഈ പ്രോ കൊണ്ട് ഉദ്ദേശിക്കണേ? മന്തിന്റെ പ്രോഫിറ്റ് ആണ് ഒരാള് പ്രോ ട്രേഡർ ആണോ? കൂടുതൽ അറിയുന്ന ആൾക്കാർ എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും പ്രോ ട്രേഡർന്ന്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ട്രേഡർ അത് മതി. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കുറേ പ്രോഫിറ്റ് ഉണ്ട്, ഇവിടുന്ന് ഇറങ്ങി പഠിച്ച് കുറച്ച് ഇതൊക്കെ എടുത്ത് കുറേ പ്രോഫിറ്റ് ആക്കി പിന്നെ സുഖമായിട്ടുള്ളൊരു ജീവിതം, ആ കോൺസെപ്റ്റ് എല്ലാം വലുത്. ഇതൊരു സൈക്കിളാ. എല്ലാ വർഷവും ഇപ്പൊ ഈ കൊല്ലം ഗോൾഡിന്റെ പ്രൈസ് എന്തായി? കൂടി. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഒന്നുകൂടി കൂടിയേക്കും, അല്ല നല്ലോണം താഴോട്ടേക്ക് വരേക്കും, എന്തെങ്കിലും ആവേക്കും. മാർക്കറ്റ് കണ്ടീഷൻ മാറാൻ പോവാ. അപ്പൊ നമ്മളെല്ലാവരും ചേഞ്ച് ആവണം. ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണത് കൂടി, ടാർഗറ്റ് അതുപോലെ കൂടി. ആദ്യം നമ്മൾ 60 ഇപ്പൊ 70 ഇപ്പൊ ഒക്കെ ടാർഗറ്റ് വെക്കുമ്പോ 200 300 ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് മാറി, ഇങ്ങനെ മാറും, ഭാവിയിലേക്ക് മാറും. അപ്പം പ്രോ ട്രേഡർ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പം പ്രോ ഉള്ളവന് ഭാവിയിൽ പ്രോ അല്ലാതാവും. ഇപ്പൊ അല്ലാത്ത ഭാവിയിൽ പ്രോ ആയിട്ട് മാറാം. നമുക്ക് അനുസരിച്ചുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ അഡാപ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ റിയാക്ട് ചെയ്തോളൂ. ഓക്കെ, ഈ റിയാക്ഷൻസ് നന്നായിട്ട് വരുമ്പോൾ നല്ല പ്രോഫിറ്റ്സ് നമ്മളെ കയ്യിലേക്ക് കയറും. അതിന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാലോ കുറച്ച് ലോസ് നമ്മളെ കയ്യിൽ നിന്ന് പോകും. പക്കാ ബിസിനസ്സാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇന്ന് റിട്ടേൺസ് കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഓവർ കോൺഫിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾ പലവട്ടം ഇവിടുന്ന് പറഞ്ഞ കേസാണ്, പ്രോബബിലിറ്റി ഗെയിമാണ്. 50% എബോവ് പ്രോബിലിറ്റി കിട്ടുകയാണെങ്കിൽ
നമ്മൾ പ്രോഫിറ്റബിൾ ആകാനുള്ള ചാൻസ് എത്ര കൂടുതലാണ്. 50% കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ റിസ്ക് മാനേജ് ചെയ്താൽ എങ്ങനെ പോയാലും പ്രോഫിറ്റിലേക്ക്. കണ്ണുമ്പി ഒരു സ്ട്രാറ്റജി ഇല്ലാതെ രാവിലെ 6 മണിക്കാണ് എൻ്റെ ട്രേഡ് പോവുക, 6 മണിയാകുമ്പോൾ കറക്റ്റ് ബയ്യോ സെല്ലോ ഉള്ളൂ. പക്ഷെ ഞാൻ റിസ്ക് മാനേജ് ചെയ്യും. എൻ്റെ പ്രോബിലിറ്റി കൂടുതലാണെങ്കിൽ എന്താവും, ഞാൻ പ്രോഫിറ്റിലേക്കും. അതാണ് ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രോബിലിറ്റി ഗെയിമാണ്. ഇതിൽ ഓവർ കോൺഫിഡന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതിലെന്താ കൊടുത്തിട്ടുള്ളത്? ഓവർ കോൺഫിഡൻസ് ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് ഫേസ് ഇൻ ട്രേഡേഴ്സ് ജേർണി. ഇറ്റ് ഹാപ്പൻ ആഫ്റ്റർ വിൻസ്. കുറച്ച് പ്രോഫിറ്റ്സിന്റെ അല്ലെങ്കിൽ ഒരു 2-3 ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് ഈ ഓവർ കോൺഫിഡൻസും പരിപാടിയൊക്കെ വരിക. കുറെ ആൾക്കാർ കുടുങ്ങലും അങ്ങനെയാണ്. ഇതും മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഫണ്ട് എടുത്തിട്ട് നാട്ടിൽ നിന്ന് മുങ്ങിയ ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൾക്കാരുടെ അടുത്തുനിന്ന് ഈ നമ്മളെ ഈ സൊസൈറ്റിയിൽ ട്രേഡിങ്ങിന് ഒരു നെഗറ്റീവ് ഇമേജ് ആണുള്ളത്. അതിന്റെ റീസൺ എന്താ? ഈ ആൾക്കാർ പുറത്ത് കേൾക്കണത് ഇതിൽ പൈസ ഇട്ടിട്ട് കുറെ ആൾക്കാർ പറ്റിച്ച്, കുറെ ആൾക്കാർ പൈസ വാങ്ങി മുങ്ങി, അല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള കുടുംബക്കാരാണ് ഈ മുങ്ങിയ ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഓനെ തെറ്റ് പറ്റി, ഓന് പൈസ വാങ്ങി കുടുങ്ങിയതാണ്, ഓന്റെ പോലെ ആവണ്ട, ഈ പരിപാടിയൊക്കെ പറയും. ഇവരെങ്ങനെയാണ് ഇത് കൊടുക്കണത്? ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കും. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് പാസ്സാക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1000-ന്റെ അക്കൗണ്ട് ഇട്ടിട്ട് 2000-3000 ഒക്കെ ആക്കിയിട്ടുണ്ടാവും. 100% റിട്ടേൺസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് ഫസ്റ്റ് കിട്ടുമ്പോഴത്തേക്കും ഓൾക്കൊരു തിങ്ക് വരും, ഓക്കെ 1000 ഇട്ട് ഞാൻ 2000 ആക്കി, എൻ്റെ അടുത്ത് 1 കോടി ഉണ്ടായപ്പോൾ 2 കോടി ആയില്ലെന്നും. ഈ ടൈമിൽ നമുക്ക് ക്യാപിറ്റൽ ആവശ്യം വരും. ഈ ക്യാപിറ്റൽ റൈസ് ചെയ്യാനാണ് ആൾക്കാരോട് നമ്മൾ പോയി പറയും, ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ്, ഇതുപോലെ എനിക്ക് റിട്ടേൺസ് ഞാൻ മന്ത്ലി തരാം, ഈ പൈസ തന്നാൽ മതി. അവനോട് പൈസ വാങ്ങും, അത് കൊണ്ടുവന്നിടും. ഇപ്പോഴൊക്കെ നമ്മളെ മൈൻഡിൽ എന്താ ഉള്ളത്? ഓക്കെ, ആ പൈസ വാങ്ങുക, അത് ഡബിൾ ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഈ സ്കീമിലാണുള്ള ഫണ്ട് വാങ്ങണത്. അതിൽ ഒരു ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓവർ കോൺഫിഡൻസ് മാറിയിട്ട് ഡൗട്ടിലേക്ക് വരും. ഓക്കെ, ലോസ് കിട്ടി, പണിയാവോ, ഈ തോട്ട് വരും. പിന്നെയും ട്രേഡ് ഇടും, അതും കൂടി ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ടെൻഷനായി. കണ്ട ആൾക്കാരെ പൈസ, നമ്മളെ പൈസ പോകുമ്പോഴല്ല, വേറൊരാളെ പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഭയങ്കര ഇമ്പാക്റ്റാ. ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് ട്രിഗർ ആലോടും. നമ്മൾ പിന്നെയും ട്രേഡ് ഇടും, ആ അക്കൗണ്ട് അങ്ങ് വാഷ് ഔട്ട് ആവും. ഈ വാഷ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഓപ്ഷൻ എന്താ? ഇത് മറ്റവനോട് പറയാൻ കോലുണ്ടാവില്ല.